ഓം ശാന്തി. അവ്യക്ത മുരളി റിവിഷൻ 7-3-88 ബാബ ഉച്ചരിച്ചത് 22/8/2021 റിവിഷൻ ആയിരിക്കുന്നു. ബാബ മുരളിയിൽ പറഞ്ഞത് ഭാഗ്യവാൻ ബച്ചോ കെ ശ്രേഷ്ഠ ഭാഗ്യ കി ലിസ്റ്റ്, ഭാഗ്യശാലിയായ മക്കളുടെ ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ ലിസ്റ്റ്. आज भाग्य विदाता बाप दादा अपने भाग्यवान बच्चों को देख रहे हैं. ഇന്ന് ഭാഗ്യവിദാതാവായ ബാപ്ദാദ തന്റെ ഭാഗ്യവാനായ മക്കളെ കാണുകയായിരുന്നു. हर एक ब्राह्मण बच्चों का भाग्य दुनिया की साधारण आत्माओं से अति श्रेष्ठ है. ഓരോ ബ്രാഹ്മണ മക്കളുടെയും ഭാഗ്യം ലോകത്തിലെ സാധാരണ ആത്മാക്കളെക്കാൾ വളരെ ശ്രേഷ്ഠമാണ്. क्योंकि हर एक ब्राह्मण आत्मा कोठे में से कोई और कोई में भी कोई है. കാരണം ഓരോ ബ്രാഹ്മണ ആത്മാവും കോടിയിൽ ഒരു ചിലരിലും ഒരു ചിലരാണ്. कहाँ 550 करोड़ आत्माएं और कहाँ आप ब्राह्मणों का छोटा सा संसार. നോക്കൂ, എവിടെ കോടിക്കണക്കിന് ആത്മാക്കള്. പിന്നെ ബാബ പറയണത് 500 കോടിക്കും അധികം ആത്മാക്കളുണ്ട്. ബ്രാഹ്മണ ആത്മാക്കളുടെ ചെറിയ ഒരു ലോകമാണ് ഇത്. ഉനോങ്ക അന്തർമേ കിത്തനെ തോടേഹോ. അതുമായിട്ട് നമ്മൾ നോക്കുമ്പം ബ്രാഹ്മണ ആത്മാക്കള് എത്ര കുറച്ചു പേരാണ്. ഇസിലെ അജ്ഞാനി അഞ്ചാൻ ആത്മാओं के अंदर में आप सभी ब्राह्मण ശ്രേഷ്ഠ ഭാഗ്യവാൻ ഹോ. അതുകൊണ്ട് അജ്ഞാനികൾ, ജ്ഞാനം ഇല്ലാത്ത ആത്മാക്കളിൽ ബ്രാഹ്മണ ആത്മാക്കളായ നിങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്, ഭാഗ്യശാലികളാണ്, ശ്രേഷ്ഠ ഭാഗ്യവാനാണ്. बाप दादा देख रहे हैं कि हर एक ब्राह्मण के मस्तक पर भाग्य की रेखा बहुत स्पष्ट तिलक के समान चमक रही है. बाप दादा കാണുന്നു ഓരോ ബ്രാഹ്മണരുടെ മസ്തകത്തിലും ഭാഗ്യത്തിന്റെ രേഖ വളരെ സ്പഷ്ടമായി തിലകത്തിന് സമാനം തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹദ് കെ ജ്യോതിഷി ഹാത്തോं की रेखा देखते हैं. പരിമിതിക്കുള്ളിലുള്ള ജ്യോത്സ്യര് കൈരേഖ നോക്കാറുണ്ട്. ലേക്കിൻ ദിവ്യ ഈശ്വരീയ ഭാഗ്യ കി രേഖ, പക്ഷേ ഈ ദിവ്യവും ഈശ്വരീയ ഭാഗ്യത്തിന്റെ രേഖയോ ഹർ ഏക് കെ മസ്തക് പർ ദിഖായി ദേത്തി ഹെ. ഓരോരുത്തരുടെയും മസ്തകത്തിലാണ് കാണുന്നത്. ജിത്ന ശ്രേഷ്ഠ ഭാഗ്യ ഉത്തന ഭാഗ്യവാൻ ബച്ചോ കാ മസ്തക്. എത്ര ശ്രേഷ്ഠ ഭാഗ്യമാണോ അത്രയും ഭാഗ്യശാലിയായ മക്കളുടെ മസ്തകത്തിൽ സദാ അലൗകിക ലൈറ്റ് മേ ചമക്താ രഹതാ ഹെ. സദാ അലൗകിക ലൈറ്റ് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യവാൻ ബച്ചോ കി ഓർ നിശാനിയ ക്യാ ദിഖായി ദേഗി. ഇനിയും എന്തെല്ലാം അടയാളങ്ങളാണ് ഭാഗ്യവാനായ മക്കളിലത്ത് കാണുന്നത്? സദാ മുഖ് പർ ഈശ്വരീയ റുഹാനി മുസ്കുരാഹട്ട് അനുഭവ ഹോഗി. സദാ അവരുടെ മുഖത്ത് ഈശ്വരീയ പുഞ്ചിരി കാണാൻ സാധിക്കും. ഭാഗ്യവാൻ കെ നയൻ അർത്ഥാത് ദിവ്യദൃഷ്ടി. ഇനി ഭാഗ്യവാന്റെ നെറ്റിയുടെ കാര്യം പറഞ്ഞു, മുഖത്തിന്റെ കാര്യം പറഞ്ഞു. അടുത്തത് ദിവ്യദൃഷ്ടിയോ किसी को भी सदा खुशी की लहर उत्पन्न कराने का निमित्त बनती है. സദാ സന്തോഷത്തിന്റെ അലകൾ ഉൽപ്പന്നമാക്കുന്നതാണ്. जिसको भी दृष्टि मिलेगी वह रूहानियत का. ആർക്ക് ദൃഷ്ടി കിട്ടിയാലും ആത്മീയതയുടെ रूहानी बाप का परमात्मा याद का अनुभव करेगा. ആത്മീയ അച്ഛന്റെ പരമാത്മാ സ്മൃതിയുടെ അനുഭവം ചെയ്യിപ്പിക്കും ദൃഷ്ടി. ഭാഗ്യവാൻ ആത്മാ കെ സമ്പർക്ക മേ ഹർ ഏക് ആത്മാക്കോ. ഭാഗ്യവാനായ ആത്മാവിന്റെ സമ്പർക്കത്തിൽ വരുമ്പോൾ ഓരോ ആത്മാവിനും ഹൽക്കാപ്പൻ അർത്ഥാത് ലൈറ്റ് की അനുഭൂതി होगी. ലാഘവത്വം അനുഭവമാകും. ब्राह्मण आत्माओं में भी नंबरवार तो अंत तक ही रहेगा. ബ്രാഹ്മണ ആത്മാക്കളിലും നമ്പർവാർ അവസാനം വരെ ഉണ്ട്. लेकिन निशानियां नंबरवार सभी भाग्यवान बच्चों की हैं. പക്ഷേ അടയാളങ്ങളോ
നമ്പർ വാർ ഭാഗ്യശാലിയായ മക്കളിലും ഉണ്ട്. ആകെ ഓർ ബി പ്രത്യക്ഷ ഹോത്തി ജായകി, ഇനിയും പോകെ പോകെ എല്ലാം പ്രത്യക്ഷമാകും. അപ്പൊ ഈ തോടാ സമയക്കോ ആകെ ബഡ്നേത്, ഇനി കുറച്ചു സമയം ഒന്ന് മുന്നോട്ട് പോട്ടെ. തോടെ സമയമേ ജബ് അതി ഓർ അന്ത് ദോനോ ഹി അനുഭവ ഹോഗാ, കുറച്ചു സമയത്തിനകം ഇത് തന്നെയാണ് അങ്ങേയറ്റത്തെ അന്തിമ സമയം എന്നത് അനുഭവമാകും. അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. चारों ओर अनजान आत्माएं हद के वैराग्य वृत्ति में आएगी. നാനാഭാഗത്തും അജ്ഞാനികൾ വൈരാഗ്യ മനോഭാവം വരും അവർക്ക്. और आप भाग्यवान आत्माएं बेहद कई वैराग्य वृत्ति के अनुभव होंगी. പക്ഷെ നിങ്ങൾ ഭാഗ്യശാലികളോ, പരിധിയില്ലാത്ത വൈരാഗ്യ മനോഭാവം നിങ്ങൾക്കും വരും. अभी तो दुनिया वालों में भी वैराग्य नहीं है. ഇപ്പൊ എന്ന് വെച്ചാല് ബാബ മുരളി പറയുന്ന സമയത്ത് 88-ലല്ലേ ബാബ മുരളി പറഞ്ഞത്. ആ സമയത്ത് അത്രയ്ക്കൊന്നും ലോകത്തിലുള്ളവർക്ക് വൈരാഗ്യം വന്നിട്ടില്ല. അഗർ തോടി ബഹുത് റിഹേഴ്സൽ ഹോത്തി ബി ഹേ, കുറച്ചൊക്കെ അവിടെ എവിടെയും വിനാശത്തിന്റെ പ്രകൃതിക്ഷോഭം പിന്നെ മതങ്ങൾ തമ്മിലുള്ള കലഹങ്ങളൊക്കെ വരുമ്പോഴേ കുറച്ചൊക്കെ റിഹേഴ്സൽ വരുമ്പോ और ही अलबेलापन की नींद में सो जाते हैं कि ये तो होता ही रहता, ഇതൊക്കെ ഇങ്ങനെ അങ്ങ് നടക്കും എന്നും പറഞ്ഞ് അലസരായിരിക്കുകയാണ്. ലേക്കിൻ जब अति और अंत के नजारे सामने आएगी, പക്ഷെ അങ്ങേ അറ്റത്തെ അന്തിമ സമയം മുന്നിൽ വരുമ്പോൾ സ്വതഹ ഹി ഹദ് കി വൈരാഗ്യ വൃത്തി ഉത്പന്ന ഹോഗി, സ്വാഭാവികമായിട്ടും പരിമിതിക്കുള്ളിലുള്ള വൈരാഗ്യ മനോഭാവം വന്നോളും. और അതി ടെൻഷൻ होने के कारण ഭയങ്കര ടെൻഷൻ ആകും അപ്പൊ എല്ലാവർക്കും. അപ്പൊ എന്താകും, സബി കാ അറ്റൻഷൻ ഹർ ഏക് ബാപ് തറഫ് ജായേഗാ. അപ്പോ എല്ലാവരുടെയും ശ്രദ്ധ ടെൻഷനി വരുമ്പം അറ്റൻഷൻ ഒരു പരമാത്മാവിലേക്ക്, ഭഗവാനിലേക്ക് ശ്രദ്ധ പോകും. उस समय सर्व आत्माओं की दिल से आवाज निकलेगा. എല്ലാവരുടെ മനസ്സിൽ നിന്നും വരുന്ന ശബ്ദമായിരിക്കും ആ സമയത്ത്. സബ്കാ രചയിത സബി കാ ബാപ് ഏക് ഹേ, എല്ലാവരുടെയും രചയിതാവ്, എല്ലാവരുടെയും അച്ഛൻ ഒന്നാണ്. और बुद्धि अनेक तरफ से निकाल एक तरफ स्वतः ही जाएगी. ബുദ്ധി അനേക ഭാഗത്തിൽ നിന്നും അകന്ന് ഒരിടത്തേക്ക് ബുദ്ധി സ്വാഭാവികമായിട്ട് പോകും. ऐसे समय पर आप भाग्यवान आत्माओं की बेहद के वैराग्य वृत्ति की स्थिति स्वतः, അങ്ങനെയുള്ള സമയത്ത് ബ്രാഹ്മണ ആത്മാക്കളായ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും, പരിധിയില്ലാത്ത വൈരാഗ്യ മനോഭാവമായിരിക്കും. അതും സ്വതവേ. और निरंतर हो जाएगी, നിരന്തരവുമായിരിക്കും. और हर एक मस्तक से भाग्य की रेखाएं स्पष्ट दिखाई देगी. അപ്പം ഓരോരുത്തരുടെ മസ്തകത്തിലും ഭാഗ്യരേഖ സ്പഷ്ടമായി കാണാൻ സാധിക്കും. अभी तो श्रेष्ठ भाग्यवान बच्चों की बुद्धि में सदा क्या रहता है. ഇപ്പോൾ ശ്രേഷ്ഠ ഭാഗ്യവാനായ മക്കളുടെ ബുദ്ധിയിൽ എന്താണെന്നറിയാമോ, ഭഗവാൻ ഓർ ഭാഗ്യ, ഭഗവാനും ഭാഗ്യവും. അമൃതവേള സെ അപ്നെ ഭാഗ്യ കി ലിസ്റ്റ് നിക്കാലോ. ഇനിയിപ്പോ ഓരോരുത്തരും അവരവരുടെ ഭാഗ്യത്തിന്റെ ലിസ്റ്റ് അമൃതവേള മുതലുള്ളതെന്ന് എടുത്താട്ടെ. ഭഗവാൻ ബച്ചോങ്കോ അമൃതവേള, ഭാഗ്യവാൻ ബച്ചോങ്കോ അമൃതവേള സ്വയം ഭാപ് ഉഠാത്തെ ബി ഹേ. അമൃതവേളയിൽ സ്വയം ഭഗവാൻ ഭാഗ്യശാലിയായ മക്കളെ ഉണർത്തുകയാണ്. और ആഹ്വാൻ ബി കർത്തെ ഹേ, എന്നിട്ട് ആവാഹിക്കുകയാണ്. അനുഭവം ഉണ്ടല്ലോ, ബാബ ഉണർത്തുന്ന അനുഭവം ഉണ്ടല്ലോ അല്ലേ. പുതിയ പുതിയവര് അനുഭവം എടുക്കുന്നുണ്ട്. ബാബയോട് പറഞ്ഞിട്ട് കിടന്നാ മതി, ബാബ ഉണർത്തിക്കോളും എന്ന് നമ്മുടെ അനുഭവം കൊണ്ട് അവരോട് പറയുമ്പം അവർക്കത് ശരിക്കും അച്ചിട്ട് അനുഭവം കിട്ടുന്നുണ്ട്, ബാബ ഉണർത്തിയതായിട്ട്. ജോ അതി സ്നേഹി ബച്ചേ ഹേ ഉനേകാ അനുഭവ ഹേ. വളരെ സ്നേഹിയായ മക്കളുടെ അനുഭവം എന്താണ്, സോനെ ബി ചാഹേ തോ കൊയ് സോനെ നഹി ദേ രഹാ ഹേ. അമൃതവേള ഒത്തിരി നേരം കിടക്കാം, ഉണർന്നു, ബാബ ഉണർത്തി, ഇനിത്തിരി നേരം കിടക്കാന്ന് വിചാരിച്ചാൽ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്നാണ്. കൊയ് ഉഠാ രഹാ ഹേ ബുലാ രഹാ ഹേ, ആരോ എന്നെ ഉണർത്തുന്നു, ആരോ എന്നെ വിളിക്കുന്നു. ഏസാ അനുഭവം ഹോത്താ ഹേന, അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടല്ലോ.
അമൃതവേള സെ അപ്നാ ഭാഗ്യ ദേഖോ. അമൃതവേള മുതൽ അവരവരുടെ ഭാഗ്യം നോക്കൂ. ഭക്തി മേ ദേവതാओं को भगवान समझ भगत गंडी बचाकर. ഭക്തിയില് ഭക്തര് ദേവന്മാരെയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കി മണിയടിച്ച് ഉഠാത്തേ ഹേ, അവരെ ഉണർത്തുകയാണ്. और आपको भगवान खुद उठाते हैं. പക്ഷെ നിങ്ങളെയോ സ്വയം ഭഗവാൻ ഉണർത്തുകയാണ്. കിतना ഭാഗ്യ है, എത്ര ഭാഗ്യമാണ്. अमृतवेल से लेकर बाप बच्चों के सेवादारी बन सेवा करते हैं. അമൃതവേള മുതൽ ബാബ മക്കളുടെ സേവാധാരിയായി സേവനം ചെയ്യുകയാണ്. और फिर ആഹ്വാൻ करते हैं, പിന്നെ ആവാഹിക്കുകയും ചെയ്യുന്നു. आओ बाप समान स्थिति का अनुभव करो. വരൂ, ബാപ്പ് സമാൻ സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. മേരെ സാത്ത് ബൈഠ് ജാവോ, എന്റെ കൂടെ ഇരിക്കൂ. ബാപ്പ് കഹാ ബൈഠാ ഹെ, ബാബ് എവിടെ ഇരിക്കുന്നത്? ഊഞ്ചി സ്ഥാൻ പർ और ऊंची स्थिति में, ഉയർന്ന സ്ഥലത്തും ഉയർന്ന സ്ഥിതിയിലുമാണ്. जब बाप के साथ बैठ जाए तो स्थिति क्या होगी? ബാബ ക്ഷണിച്ച പോലെ ബാബയുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ സ്ഥിതി എന്തായിരിക്കും? മെഹനത്ത് ക്യൂ കർത്തേ ഹോ, എന്തിനാ പിന്നെ പരിശ്രമിക്കുന്നത്? സാത്ത് മേ ബൈഠ് ജാവോ തോ സംഗ് കാ രംഗ് സ്വതഃ ഹി ലഗേഗാ. ബാബയുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ബാബയുടെ കൂടെയുള്ള ആ സംഘത്തിന്റെ ആ ബാബയുടെ കൂടെയുള്ള ആ സംഘത്തിന്റെ നിറം നമ്മളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പതിയും. സ്ഥാൻ കെ പ്രമാൺ സ്ഥിതി സ്വതഃ ഹി ഹോഗി. ഏത് സ്ഥലത്തിരിക്കുന്നോ ആ സ്ഥലത്തിന്റെ സ്ഥിതി സ്വതവേ ഉണ്ടായിരിക്കും. जैसे മധുബൻ के स्थान पर आते हो तो स्थिति क्या हो जाती है? മധുബനിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ഥിതി എന്താണ്? योग लगाना पड़ता है या योग लगा हुआ ही रहता है? യോഗം ചെയ്യേണ്ടതായിട്ടുണ്ടോ അതോ യോഗ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ടോ? തബി യഹാ ജ്യാദാ രഹനെ കി ഇച്ഛാ രഖ്തേ ഹേ നാ. യോഗം തന്നെ വരുന്നത് കൊണ്ടല്ലേ കൂടുതൽ സമയം അവിടെ നിൽക്കണം എന്ന താല്പര്യം നമുക്ക് വരുന്നത്. അബി സബ്കോ കഹേ और 15 दिन रह जाओ तो खुशी में नाचेंगे ना. ഇപ്പൊ ബാബ മധുബനിലെ മുരളി പറയുന്നത്, ബാബ അപ്പൊ പറയാണ് എല്ലാവരും മധുബനിന് ഒരു 15 ദിവസം ഇരുന്നോന്ന് പറഞ്ഞ എന്ത് സന്തോഷമായിരിക്കും അറിയാമോ? അവിടെ എല്ലാവർക്കും എന്ത് സന്തോഷമായിരിക്കും. സോ ജैसे स्थान की स्थिति पर प्रभाव पड़ता है, സ്ഥലം എങ്ങനെയാണോ അതിന്റെ പ്രഭാവം സ്ഥിതിയിൽ ഉണ്ടാകും. ऐसे अमृतवेल या तो परम धाम में या सूक्ष्म वतन में चले जाओ. അമൃതവേളയില് പരംധാമത്തിലേക്ക് വരൂ, അല്ലെങ്കിൽ സൂക്ഷ്മ ലോകത്തിലേക്ക് വരൂ. ബാപ് കെ സാത്ത് ബൈഠ് ജാവോ, ബാബയുടെ കൂടെ ഇരിക്കൂ. അമൃതവേള ശക്തിശാലി ഹോഗാ തോ, അമൃതവേള ശക്തിശാലിയാണെങ്കിൽ സാരാ ദിൻ സ്വതഃ ഹി മദദ് മിലേഗി, മുഴുവൻ ദിവസവും സ്വതവേ സഹായം ലഭിക്കും. तो अपने भाग्य को स्मृति में रखो. അതുകൊണ്ട് അവരവരുടെ ഭാഗ്യത്തെ സ്മൃതിയിൽ വെക്കൂ. വാഹ മേരാ ഭാഗ്യ ദിനചര്യ ഹി ഭഗവാൻ സെ ശുരു ഹോത്തി. ആഹാ, എന്റെ ഭാഗ്യം ദിനചര്യ തന്നെ ഭഗവാനുമായിട്ടാണല്ലോ തുടങ്ങിയത്. ഫിർ അപ്നാ ഭാഗ്യ ദേഖോ. ഇനി അടുത്തത് അവരുടെ ഭാഗ്യം നോക്കൂ. बाप स्वयं शिक्षक बन, कितना दूर देश से आपको पढ़ाने आता है. ബാബ സ്വയം ശിക്ഷകനായി എത്ര ദൂരദേശത്തിൽ നിന്നാണ് പഠിപ്പിക്കാൻ വരുന്നത് നിങ്ങളെ. ലോഗ് തോ ഭഗവാൻ കെ പാസ് ജാനെ കെ ലിയെ പ്രയത്ന കർത്തേ ഹേ. ലോകര് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പ്രയത്നിക്കുന്നു. और भगवान स्वयं आपके पास शिक्षक बन पढ़ाने आते हैं. कितना भाग्य है. പക്ഷേ ഭഗവാൻ സ്വയം ഭഗവാൻ നിങ്ങളുടെ അടുത്ത് വരുന്നു പഠിപ്പിക്കാനായിട്ട്. എത്ര ഭാഗ്യമാണ്. और कितने समय से सेवा की ड्यूटी बजा रहे हैं. ഇപ്പൊ തൊട്ടിട്ട് ബാബ തന്റെ സേവനമാകുന്ന ഡ്യൂട്ടി ചെയ്യുന്നത്. കബി സുസ്തി കർത്തേ ഹേ. എപ്പോഴെങ്കിലും ബാബയ്ക്ക് മുരളി വായിക്കുന്നതിൽ അലസത തോന്നിയിട്ടുണ്ടോ? കബി ബഹാന ലഗാത്താ ഹേ. എപ്പോഴെങ്കിലും ബാബ ഒഴിവ് കഴിവ് പറഞ്ഞിട്ടുണ്ടോ?
आज सिर दर्द है, आज रात्रि को सोए नहीं है, ഇന്ന് എനിക്ക് തലവേദനയാണ്, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. तो जैसा बाप अब तक सेवादारी बन सेवा करते हैं, എങ്ങനെ ബാബ അക്ഷീണ സേവാധാരിയായി സേവനം ചെയ്യുന്നു. तो बाप समान बच्चे भी अब तक सेवाधारी, ബാബയ്ക്ക് സമാനം മക്കളും അക്ഷീണ സേവാധാരി. अपनी ദിനചര്യ देखो कितना बड़ा भाग्य है. അവരവരുടെ ദിനചര്യ നോക്കൂ, എത്ര വലിയ ഭാഗ്യമാണ്. बाप सदा स्नेही सकीलदे बच्चों को कहते हैं, ബാബ സദാ സ്നേഹിയായ ഓമന മക്കളോട് പറയുകയാണ്, कोई भी सेवा करते हो, എന്ത് സേവ ചെയ്താലും, चाहे लौकिक चाहे अलौकिक, चाहे परिवार में चाहे सेवा केंद्रों पर, ലൗകിക സേവയാകട്ടെ അലൗകിക സേവയാകട്ടെ, പരിവാരത്തിലാകട്ടെ സേവാ കേന്ദ്രത്തിലാകട്ടെ, कोई भी कर्म करो, ഏത് കാര്യം ചെയ്താലും, कोई भी ड्यूटी बजावो, എന്ത് ഡ്യൂട്ടി ചെയ്താലും, സദാ യഹ അനുഭവ കറോ, സദാ അനുഭവം ചെയ്യണം. करावनहार करा रहा है, मुझे നിമിത്ത കരൺഹാർ ദ്വാര, ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ബാബയാണ്. मैं सेवा करने के लिए निमित्त बना हुआ हूँ, ഞാൻ സേവനത്തിന് നിമിത്തം മാത്രമാണ്. കറാവനഹാർ കറാ റഹാ ഹേ, ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതുമായ ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹാ ബി അക്കേലെ നഹി ഹോ, ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കൊന്നുമല്ല. കറാവനഹാർ കെ രൂപ് മേ ബാപ് കർമ്മ കർനെ സമയ ബി സാത്ത് ഹേ, ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതുമായ ബാബ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ആപ് തോ സിർഫ് നിമിത്ത ഹോ, നിങ്ങൾ നിമിത്തം മാത്രമാണ്. ഇതൊക്കെ അടിവരയിടേണ്ട പോയിന്റാണ്. ബാബ എന്തുമാത്രം നമുക്ക് ഭാഗ്യം ഉണ്ടാക്കി തരുന്നുണ്ട് എന്നത് ബാബ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്. നിങ്ങൾ എത്ര ഭാഗ്യശാലിയാണെന്നുള്ള ആ ബോധം വരാൻ വേണ്ടി ബാബ നോക്കൂ, നമുക്ക് എത്ര എത്ര പോയിന്റുകളാണ് ബാബ നമുക്ക് റിയലൈസേഷൻ ഉണ്ടാക്കി തരുന്നത്. ഭഗവാൻ വിശേഷ് കറാവനഹാർ ഹെ, ഭഗവാനാണ്. പ്രത്യേകമായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഭഗവാനാണ്. അക്കേലെ കർത്തേ ഹി ക്യൂ ഹോ, ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യണം എന്ന് എന്തിനു നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം? അക്കേല മേ കർത്താ ഹോ യഹ ഭാൻ രഹത്താ ഹേ തോ, ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന ബോധം ഉണ്ടെങ്കിൽ, മേ പൻ മായാക്കാ ദർവാജ ഹേ, ആ ഞാൻ എന്നത്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്ന ബോധം എന്ന് ചിന്തിച്ചില്ലേ, അത് തന്നെയാണ് മായ കേറി വരാനുള്ള വാതിൽ. ഫിർ കഹത്തെ ഹോ മായ ആ ഗൈ, ചിന്തിച്ചു നിങ്ങൾ ഇങ്ങനെ, വാതില് തുറന്നു കൊടുത്തു, അപ്പൊ പിന്നെ മായ വരും. എന്നിട്ട് പറയും, ബാബാ മായ വന്നു. ജബ് ദർവാജ കോലാത്തോ മായാത്ത ഇന്റജാർ മേ ഹേ, വാതിക്കലും മായ കാത്തിരിക്കുകയാണ്. വാതില് തുറന്നാ അങ്ങ് കേറി പറ്റണം, വാതില് തുറന്നാ കേറി പറ്റണം എന്നും പറഞ്ഞ വാതിക്കല് നിൽക്കുക മായ. और आपने इंतजार अच्छा कर ली, इंतजाम अच्छा कर लिया तो क्यों नहीं आएगी, നിങ്ങൾ വാതിൽ തുറന്നു കൊടുത്തു, വരവേറ്റപ്പോ പിന്നെ എന്തുകൊണ്ട് മായ വരില്ല? यह भी अपना भाग्य स्मृति में रखो, बाप करावनहार हर कर्म करा रहा है. ഈ ഒരു ഭാഗ്യവും സദാ സ്മൃതിയിൽ വെക്കൂ. ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതുമായ ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. तो बोझ नहीं होगा, അപ്പൊ നിങ്ങൾക്ക് ഭാരമൊന്നും ഇല്ല. ബോജ് മാലിക് पर होता है, ആർക്കാണ് ഉത്തരവാദി? അവർക്കാണ് ഭാരം വരേണ്ടത്. സാത്തി ജോ ഹോത്തെ ഹേ ഉൻ पर बोझ नहीं होता, കൂടെ ഉള്ളവർക്ക് ഭാരമൊന്നും ഉണ്ടാകില്ലല്ലോ. മാലിക് ബൻ ജാത്തെ ഹോ तो बोझ आ जाता है, നിങ്ങൾ യജമാനനാകുമ്പോൾ നിങ്ങൾക്ക് ഭാരം ഉണ്ടാകുകയാണ്. മേ ബാലക് ഹോ और മാലിക് ബാപ്പ് ഹേ, ഞാൻ ബാലകനാണ്, യജമാനനാരാ? ബാബയാണ്. മാലിക് മുജ് ബാലക് സേ കറാ റഹാ ഹേ, യജമാനൻ ബാലകനായ എന്നിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഡേ ബൻ ജാത്തെ ഹോ തോ ബഡേ ദുഃഖ് ആ ജാത്താ ഹേ, നിങ്ങൾ വലിയ ആളാകുമ്പോഴാണ് നിങ്ങൾക്ക് വലിയ ദുഃഖം ഉണ്ടാകുന്നു എന്ന് ബാബ പറയുന്നു. ബാലക് ബൻകർ മാലിക് കെ ഡയറക്ഷൻ പർ കറോ, ബാലകനാകൂ, യജമാനന്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യും. कितना बड़ा भाग्य है यह, ഇത് എത്ര വലിയ ഭാഗ്യവാ നോക്ക്. हर कर्म में बाप जिम्मेवार बन हल्का बनाए उड़ा रहा है,
ഓരോ കാര്യത്തിലും ബാബ ഉത്തരവാദിയായി നമ്മളെ ലാഘവമാക്കി നമ്മുടെ മനസ്സിനെ പറപ്പിക്കുകയാണ്. ഹോത്താ ക്യാ ഹെ, പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? ജബ് കോയി സമസ്യ ആത്തി ഹെ തോ കഹത്തെ ഹോ, സമസ്യകൾ വരുമ്പോൾ പറയുന്നു ബാബ അഭി ആപ് ജാനോ, സമസ്യകൾ വരുമ്പോഴാണ് പറയുന്നത് ബാബ ഇനി നീ നോക്കിക്കോ. और जब समस्या समाप्त हो जाती है तो मस्त हो जाती है. സമസ്യകളൊക്കെ തീരുമ്പോ അങ്ങ് വേറെ റൂട്ടായി, പിന്നെ വേറെ രീതിയിലായി. ലേക്കിൻ ऐसे करो ही क्यों जो समस्या आवे, സമസ്യകൾ വരുന്നത് പോലെയുള്ള, എന്തിനാണ് സമസ്യകൾ വരുത്തുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങള്? കരാവനഹാർ ബാബ് കെ ഡയറക്ഷൻ പ്രമാൺ, ചെയ്യിപ്പിക്കുന്ന ബാബയുടെ നിർദ്ദേശം അനുസരിച്ച് ഹർ കർമ്മ കർത്തേ ചലോ, ഓരോ കാര്യവും ചെയ്തുകൊണ്ടേ പോകൂ. തോ കർമ്മ ബി ശ്രേഷ്ഠ ഓർ ശ്രേഷ്ഠ കർമ്മ കഫൽ, കർമ്മം ശ്രേഷ്ഠമായിരിക്കും. ശ്രേഷ്ഠ കർമ്മത്തിന്റെ ഫലം എന്തായിരിക്കും? സദാ ഖുഷി, സദാ ഖുഷി, സദാ ഹൽക്കാപ്പൻ, ഫരിഷ്ത ജീവൻ കാ അനുഭവ കർത്തേ രഹേംഗെ. സദാ ഖുഷി, സദാ ലാഘവം, ഫരിഷ്ത ജീവിതത്തിന്റെ അനുഭവം ചെയ്തുകൊണ്ടേ പോകും. ഫരിഷ്തെ കർമ്മക്കെ സംബന്ധമേ ആയേഗാ, ഫരിഷ്തകൾ കർമ്മ സംബന്ധത്തിൽ വരും. ലേക്കിൻ കർമ്മക്കെ ബന്ധന്മേ നഹി ബന്ധേഗ, കർമ്മ ബന്ധനത്തിൽ അവർ കുടുങ്ങുകയില്ല. ഓർ ബാപ് കാ സംബന്ധ കറാവന ഹാർ കാ ജുട്ടാ ഹുവാ ഹേ, ബാബ് ഏത് സംബന്ധത്തിലാണ്? ചെയ്യിപ്പിക്കുന്ന സംബന്ധത്തിലാണ്. ഇസിലെ നിമിത്ത ഭാവസെ കബി, അതുകൊണ്ട് നിമിത്ത ഭാവത്തിൽ ഉള്ളവർ കബി മേ പൻക അഭിമാൻ നഹിയാത്ത, നിമിത്ത ഭാവമുള്ളവർക്ക് ഞാൻ എന്ന അഭിമാനം ഒരിക്കലും വരികയില്ല. സദാ നിർമാൺ ബൻ, നിർമാൺ കാ കാര്യ കറേങ്കെ, വിനയ ചിത്തരായി നിർമ്മാണ കാര്യം ചെയ്യും. तो कितना भाग्य है आपका. അപ്പൊ നോക്ക് എത്ര ഭാഗ്യമാണ് നിങ്ങൾക്ക്. അമൃതവേള ഉണർത്തുന്നു, ടീച്ചറായി പഠിപ്പിക്കുന്നു, കർമ്മയോഗിയാകുമ്പോൾ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മളെ നിമിത്തം മാത്രമാക്കുകയാണ് ബാബ. और फिर ब्रह्मा भोजन खिलाता कौन है. ഇനി ബ്രഹ്മഭോജനവും നിങ്ങളെ കഴിപ്പിക്കുന്നത് ആരാണ്? നാം ഹി ഹെ ബ്രഹ്മഭോജൻ, പേര് തന്നെ ബ്രഹ്മഭോജനം എന്നാണ്. ബ്രഹ്മഭോജൻ നഹി, ബ്രഹ്മഭോജൻ, ബ്രഹ്മഭോജനം അല്ല, ബ്രഹ്മഭോജനമാണ്. तो ब्रह्मा यज्ञ का सदा रक्षक है. ബ്രഹ്മാവ് യജ്ഞത്തിന്റെ രക്ഷകനാണ് സദാ. हर एक यज्ञ वल्स व ब्रह्मा वल्स के लिए ब्रह्मा बाप द्वारा ब्रह्मा भोजन मिलना ही है. ഓരോ യജ്ഞവത്സരർക്കും എന്താ കിട്ടുന്നത്? ബ്രഹ്മാവിന്റെ മക്കൾക്ക് വത്സരർക്ക്, യജ്ഞവത്സരർ ബ്രഹ്മാവിന്റെ വത്സരർക്ക് ബ്രഹ്മാദ്വാര ബ്രഹ്മ ഭോജൻ മിൽനാ ഹി ഹെ, ബ്രഹ്മാവിലൂടെ ബ്രഹ്മ ഭോജനം ലഭിക്കുക തന്നെ ചെയ്യും. ലോക് തോ വൈസേ ഹി കഹത്തെ ഹംകോ ഭഗവാൻ കിലാ രഹാ ഹെ. ലോകര് ചുമ്മാതെ പറയുന്നു എന്ന് വെച്ചാല് ആ ബോധത്തോടെ അല്ല പറയുന്നത്. അവരെന്ത് ഭഗവാൻ എന്നെ കഴിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് വാഗുണ്ട്, പക്ഷെ ആ റിയലൈസേഷനോടെ അല്ല ലോകര് പറയുന്നത്. മാലും ഹേ നഹി ഭഗവാൻ ക്യാ ഹെ, ലേക്കിൻ കിലാത്ത ഭഗവാൻ ഹെ. ഭഗവാൻ ആരാണെന്ന് അറിയേയില്ല, പക്ഷെ പറയുന്നുണ്ട് ഭഗവാനാണ് എന്നെ കഴിപ്പിക്കുന്നത്. ലേക്കിൻ ബ്രാഹ്മൺ ബച്ചോങ്കോ തോ ബാപ്പ് ഹി കിലാത്ത ഹെ, പക്ഷെ ബ്രാഹ്മണ മക്കൾക്ക് ബാബയാണ് ഊട്ടുന്നത്. ചാഹെ ലൗകിക് കമായി ബി കർത്തെ, പൈസ കമാത്തെ ജമാ കർത്തെ, നിങ്ങൾ ജോലി ചെയ്തുണ്ടാക്കിയ പൈസ ആയിരിക്കാം. उसी से भोजन मंगाते भी हो और पहले अपनी कमाई को बाप की भंडारी में डालते हो. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയില് സാധനം വാങ്ങി നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയായിരിക്കാം, പക്ഷേ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആദ്യം ബാബയ്ക്കുള്ളത് മാറ്റി വെക്കുകയാണ്. അധ്വാനിച്ച പൈസയാണെങ്കിലും ആദ്യം നമ്മള് ബാബയ്ക്കുള്ളത്, പണ്ടൊക്കെ നമ്മള് കയ്യിൽ ശമ്പളം കിട്ടും, ബാബയ്ക്ക് മാറ്റി വെക്കും അല്ലേ? പക്ഷെ ഇപ്പൊ കയ്യിലല്ലല്ലോ, ബാങ്ക് അക്കൗണ്ടിൽ വരുമല്ലേ. അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ വന്ന ഉടനെ ആദ്യം ബാബയ്ക്ക് അങ്ങ് ബാങ്ക് അക്കൗണ്ട് വഴി തന്നെ അയച്ചു കൊടുക്കണം, ആദ്യം ബാബയ്ക്കുള്ളത്. ബാക്കി ഭണ്ഡാരി ഭോലാനാഥ് കാ ഭണ്ഡാര ബഞ്ചാത്ത. ആ ഒരു ആദ്യം ബാബയ്ക്ക് മാറ്റി വെക്കുമ്പോൾ ബാബയുടെ ഭണ്ഡാരം നിഷ്കളങ്കമായ ഭണ്ഡാരമാണ്.
കബി ബി ഈസ് വിധി കോ ഭൂൽനാ നഹി ഹേ. ആദ്യം ഞാൻ ബാബയുടെ ഭണ്ഡാരത്തിലിടണം എന്നതിനെ ഒരിക്കലും മറക്കരുത്. ഈ ഒരു വിധി, ഈ ഒരു രീതി, ഈ ഒരു നിയമം ഒരിക്കലും മറക്കല്ലേ. നഹി തോ സോച്ചെങ്കെ ഹം ഖുദ് കമാത്തെ ഖുദ് ഖാത്തെ. ആ രീതി ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോകും, ഞാൻ സമ്പാദിക്കുന്നു, ഞാൻ കഴിക്കുന്നു. വൈസെ തോ ട്രസ്റ്റി ഹോ, ട്രസ്റ്റി കാ കുച്ച് നഹി ഹോത്ത. ഇല്ലെങ്കിലും നിങ്ങൾ ട്രസ്റ്റിയാണ്. ട്രസ്റ്റിക്ക് എന്തുണ്ട്? ട്രസ്റ്റിയുടെ ഒന്നും ഇല്ലല്ലോ. ഇസ് ഹം അപ്നി കമായി സെ കാത്തെ ഹെ സങ്കല്പ ഭി നഹി ഉഠ് സക്താ. ട്രസ്റ്റിക്ക് ഞാൻ അധ്വാനിച്ച് ഞാൻ സമ്പാദിക്കുന്നു, ഞാൻ കഴിക്കുന്നു എന്ന സങ്കല്പം പോലും വരാൻ പാടില്ല. ജബ് ട്രസ്റ്റി ഹേ തോ സബ് ബാപ് കെ ഹവാലെ കർ ദിയാ. ട്രസ്റ്റി ആയപ്പോഴേ എല്ലാം ബാബയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. തേരാ ഹോ ഗയാ മേരാ നഹി. എല്ലാം നിന്റെയായി, എന്റെ ഒന്നും ഇല്ല. ട്രസ്റ്റി അർത്ഥാത് തേരാ और ഗൃഹസ്ഥി അർത്ഥാത് മേരാ. ട്രസ്റ്റി എന്ന് വെച്ചാൽ നിന്റെ, ഗൃഹസ്ഥി എന്ന് വെച്ചാൽ എന്റെ. ആ കോൺ ഹോ, നിങ്ങൾ ആരാ? ഗൃഹസ്ഥി തോ നഹി ഹോനാ. ഗൃഹസ്ഥികളല്ലല്ലോ. ഭഗവാൻ ഖിലാ രഹാ ഹേ, ബ്രഹ്മ ഭോജൻ മിൽ രഹാ ഹേ. ഭഗവാൻ ഊട്ടുന്നു, ബ്രഹ്മ ഭോജനമാണ് എനിക്ക് ലഭിക്കുന്നത്. ബ്രാഹ്മൺ ആത്മാവും കോ യഹ് നശാ സ്വതഃ ഹി രഹതാ ഹേ. ബ്രാഹ്മണ ആത്മാക്കൾക്ക് ഈ ലഹരി സ്വതവേ ഉണ്ടായിരിക്കും. और ബാക്കി ഗ്യാരണ്ടി ഹേ. ബാബ ഗ്യാരണ്ടി തരുന്നുണ്ട്. 21 ജനം ബ്രാഹ്മൺ ആത്മാ കബി ഭൂഖി നഹി രഹ സക്താ. 21 ജന്മങ്ങൾക്ക് ബ്രാഹ്മണ ആത്മാക്കൾ ഒരിക്കലും വിശന്നിരിക്കില്ല. ബഡേ പ്യാർ സെ ദാൽ റൊട്ടി സബ്ജി ഖിലായെങ്കെ. ബാബ വളരെ സ്നേഹത്തോടെ ചോറും കറിയും ചപ്പാത്തിയും ദാലും എല്ലാം, ബാബ സബ്ജി വെജിറ്റബിൾസ് പച്ചക്കറികളും എല്ലാം ബാബ നമുക്ക് വളരെ സുഖകരമായിട്ട് തന്നുകൊണ്ടിരിക്കും. യഹ ജനം ബി ദാൽ റൊട്ടി പ്യാർ കി ഖായെങ്കെ മെഹനത് കി നഹി. എന്തിന്? ഈ ജന്മവും അന്തിമ നിമിഷം വരെ ബാബ നിങ്ങൾക്ക് കഞ്ഞിയും പയറും തരും, ദാൽ റൊട്ടിയും തരും. ആറാംസെ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. മെഹനത് കഷ്ടപ്പെടണ്ട ഈ ഒരു ജാൻ വയറിന് വേണ്ടിയിട്ട്. ഇസിലെ സദാ യഹ സ്മൃതി റഖോ. അതുകൊണ്ട് എന്താ സ്മൃതിയിൽ വെക്കേണ്ടത്? സദാ അമൃത വേളെ സെ ലേക്കർ ക്യാ ക്യാ ഭാഗ്യ പ്രാപ്ത ഹേ. അമൃതവേള മുതൽ എനിക്ക് എന്തെല്ലാം ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. സാരി ദിനചര്യ സോച്ചോ. ഒരു ദിവസത്തെ ദിനചര്യ തന്നെ ചിന്തിച്ചു നോക്കൂ. സുലാത്തെ ബി ബാപ്പ് ഹേ. നിങ്ങളെ ഉറക്കുന്നതാരാ? ബാബ. ലോറി ദേക്കർക്കെ താരാട്ട് പാടി ഉറക്കണം. നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, സോജാവോ തോ ആത്മാറാണി എന്നും പറഞ്ഞിട്ട്. നിന്ദിയ ലേക്കർ ആയി ഉറക്കത്തിനെ കൊണ്ടുവന്നു. ബാബാക്ക് യാദ്, ബാബയുടെ ഓർമ്മ കൊണ്ടുവന്നു. ഇങ്ങനെ നല്ലൊരു പാട്ടുണ്ട് ബാബയുടെ ഉറങ്ങുന്ന പാട്ട്, മക്കളെ ഉറക്കിപ്പിക്കുന്ന പാട്ട്. ബാക്കി ഗോദിമേ സോജാവോ. ബാബയുടെ മടിത്തട്ടിൽ ഉറങ്ങും. തക്കാവട് ബീമാരി സബ് ഭൂൽ ജായെങ്കെ. ക്ഷീണം മാറും, രോഗം എല്ലാം മാറും. ഓർ ആപ്പ് ആറാം കറേങ്കെ. നിങ്ങൾ വളരെ നല്ല വിശ്രമമായിരിക്കും. നിങ്ങൾക്ക് ഈ മൊബൈൽ നോക്കി TV നോക്കി കുശുകുശ സംസാരിച്ചിട്ടല്ല. ബാബയുടെ മടിത്തട്ടിൽ ബാബയുടെ ഓർമ്മയിൽ ഉറങ്ങുമ്പോൾ രോഗങ്ങൾ മാറും, ക്ഷീണം മാറും, സുഖമായിട്ട് ഉറക്കം വരും. ആഹ്വാൻ കറോ. എന്താ? ആവാഹിക്കണം. ആ രാം തോ ആരാം ആ ജായേഗി. ആ രാം വരൂ. രാമ മീൻസ് പരമാത്മാവേ. ആ രാം എന്ന് പറഞ്ഞാല് ആറാമാണ്. ആറാം എന്ന് വെച്ചാൽ വിശ്രമം. അക്കേലെ സോത്തേ ഹോ തോ ഓർ സങ്കല്പ ചലത്തെ ഹേ. ഒറ്റയ്ക്ക് ഉറങ്ങുമ്പോഴാണ് വേറെ വേറെ സങ്കല്പങ്ങൾ വരുന്നത്. ബാപ്കെ സാത്ത് യാദ് കി ഗോദി മേ സോചാവോ. ബാബയുടെ കൂടെ ബാബയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഉറങ്ങൂ. മീട്ടെ ബച്ചേ പ്യാരെ ബച്ചേ കി ലോറി സുനത്തെ സുനത്തെ സോജാവോ. മധുരമായ മക്കളെ, സ്നേഹിയായ മക്കളെ എന്ന താലാട്ട് കേട്ട് കേട്ട് എന്ന താരാട്ട് പാട്ട് പാവപ്പെടാ താരാട്ട് പാട്ട് കേട്ട് 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 ഉറങ്ങും. ദേക്കോ കിतना अलौकिक അനുഭവം होता നോക്കോ. അതിൽ തന്നെ എന്ത് അലൗകിക അനുഭവമാണെന്നറിയാമോ? तो अमृत वेले से लेकर रात तक सब भगवान करा रहा है. അമൃതവേള മുതല് രാത്രി വരെ ചെയ്യുന്നതെല്ലാം ഭഗവാനാണ്.
ചലാനെ വാല ചലാ റഹാ ഹെ, നടത്തുന്ന ആൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കറാനെ വാല കറാ റഹാ ഹെ, ചെയ്യുന്ന ആൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സദാ ഇസ് ഭാഗ്യ കോ സ്മൃതി മേ റഖോ, ഇമേർജ് കറോ, സദാ ഈ ഭാഗ്യം സ്മൃതിയിൽ വെക്കൂ, ഇമേർജ് ചെയ്യൂ. कोई हद का नशा भी जब तक पीते नहीं तब तक नशा नहीं चढ़ता. പരിമിതിക്കുള്ളിലുള്ള ലഹരിയും കുടിക്കാത്തത് വരയ്ക്ക് നമുക്ക് ലഹരി കയറില്ലല്ലോ. ऐसे ही सिर्फ बोतल में रखा तो नशा चढ़ेगा. ലഹരി പാനീയം ഉണ്ട്, ബോട്ടിലിൽ തന്നെ ഇരിക്കുകയാണ്, ലഹരി കയറുവോ? ഇല്ലല്ലോ. यह भी बुद्धि में समाया हुआ है. ഈ പോയിന്റുകള് ബാബ പറഞ്ഞതൊക്കെ ബുദ്ധിയിലുണ്ട്. ലേക്കിൻ ഇസ്കോ യൂസ് കറോ, പക്ഷെ ഇത് സമയാസമയം അത് സ്മൃതിയിൽ കൊണ്ടുവരൂ. സ്മൃതി മേലാന അർത്ഥാത്, സ്മൃതിയിൽ കൊണ്ടുവരിക അർത്ഥം പീന ഇമേർജ് കർണ, കുടിക്കുക അല്ലെങ്കിൽ അതിനെ ഇമേർജ് ചെയ്യുക എന്നതാണ്. ഇസ്കോ ഇൻകോ कहते हैं സ്മൃതി സ്വരൂപ് ബനോ, ഇതിനെയാണ് പറയുന്നത് സ്മൃതി സ്വരൂപരാകും. ऐसा नहीं कहा है ബുദ്ധി മേ സമായ ഹുവാ റക്കോ, ബുദ്ധിയിലങ്ങ് ലയിപ്പിച്ച് വെക്കുന്ന ബാബ പറയുന്നില്ലല്ലോ. സ്മൃതി സ്വരൂപ് ബനോ, സ്മൃതി സ്വരൂപരാകൂ എന്നാ പറയുന്നത്. കിതനെ ഭാഗ്യവാൻ ഹോ, എത്ര ഭാഗ്യശാലിയാണ്. റോജ് അപ്നെ ഭാഗ്യക്കോ സ്മൃതി മേ രഖ് സമർത്ഥ ബനോ, ദിവസവും ഭാഗ്യത്തെ സ്മൃതിയിൽ വെച്ച് സമർത്ഥരാകൂ. ഓർ ഉടുത്തേ ചലോ, പറന്നുകൊണ്ടേയിരിക്കും. സംജാ ക്യാ കർണാ ഹെ, മനസ്സിലായ എന്താ ചെയ്യേണ്ടതെന്ന്. ഡബിൾ വിദേശി ഹദ് കി നഷേത് കി തോ അനുഭവി ഹെ, ഡബിൾ വിദേശികള് പരിമിതിക്കുള്ളിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ട് നിങ്ങൾക്ക്. അബി യേ ബേഹദ് കാ നശ സ്മൃതി മേ റഖോ, ഇനിയിപ്പം പരിധിയില്ലാത്ത ഈ ലഹരി സ്മൃതിയിൽ വെക്കൂ. तो सदा भाग्य की श्रेष्ठ लकीर मस्तक पर चमकती रहेगी. അപ്പോൾ സദാ ഭാഗ്യത്തിന്റെ ശ്രേഷ്ഠ രേഖ മസ്തകത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കും. സ്പഷ്ട ദിഖായി ദേഗി, സ്പഷ്ടമായി കാണുകയും ചെയ്യും. അബി കിസിക്ക് മർജ് ദിഖായി ദേത്തി, ചിലരുടെയൊക്കെ ഭാഗ്യരേഖ അടിഞ്ഞു കിടക്കുകയാണ്. കിൻകി സ്പഷ്ട ദിഖായി ദേത്ത, ചിലരുടെയൊക്കെ സ്പഷ്ടമായി കാണുന്നുണ്ട്. ലേക്കിൻ സദാ സ്മൃതി മേ രഹേഗി, സദാ സ്മൃതിയിൽ ഉണ്ടെങ്കിൽ. മസ്തക് പർ ചമക്തി രഹേഗി, മസ്തകത്തിൽ ഭാഗ്യരേഖ തിളങ്ങിക്കൊണ്ടിരിക്കും. ഓരോ കോബി അനുഭവ കറാത്തേ രഹേങ്കെ, മറ്റുള്ളവർക്കും അനുഭവം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കാം. അച്ഛാ ശരി. സദാ ഭഗവാൻ ഓർ ഭാഗ്യ, സദാ ഭഗവാൻ ഭാഗ്യം. ऐसे സ്മൃതി സ്വരൂപ് സമർത്ഥാത്മാവോങ്കോ, ഇങ്ങനെയുള്ള സ്മൃതി സ്വരൂപരായ സമർത്ഥാത്മാക്കൾക്ക് സദാ ഹർ കർമ്മമേ കരൺ ഹാർ ബൻ, ഓരോ കാര്യത്തിലും ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ബാബയാണെന്നുള്ള ശ്രേഷ്ഠ ആത്മാവോങ്കോ, ആ ബാബയാണെന്നുള്ള സ്മൃതിയുള്ള ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ അമൃത വേളെ ബാപ് കെ സാത്ത് ഊഞ്ചെ സ്ഥാൻ ഊഞ്ചെ സ്ഥിതി പർ സ്ഥിത് രഹനെ വാലെ, അമൃതവേളയിൽ ബാബയുടെ കൂടെ ഉയർന്ന സ്ഥാനത്ത് ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗ്യവാൻ ബച്ചോങ്കോ, ഭാഗ്യശാലി മക്കൾക്ക് സദാ അപ്പനെ മസ്തക് ദ്വാര ശ്രേഷ്ഠ ഭാഗ്യ കി രേഖായെ, സദാ തന്റെ മസ്തകത്തിലൂടെ ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ രേഖകൾ ഓരോങ്കോ അനുഭവ കറാനേ വാലെ, മറ്റുള്ളവർക്ക് അനുഭവം ചെയ്യിപ്പിക്കുന്ന വിശേഷ ബ്രാഹ്മണോങ്കോ, ബ്രാഹ്മണ വിശേഷമായ ബ്രാഹ്മണർക്ക് ബാബ് ദാദാ കാ യാദ് പ്യാർ ഓർ നമസ്തേ, ബാബ് ദാദയുടെ സ്നേഹസ്മരണകളും നമസ്തേയും. विदाई के समय दादी जानकी बॉम्बे तथा कुरुक्षेत्र सेवा पर जाने की छुट्टी ले रही है. ജാനകി ദാദി ബോംബെയിലും കുരുക്ഷേത്രത്തിലും സേവനത്തിനും പോകുന്ന സമയത്ത് ബാബയുടെ അടുത്ത് അനുവാദം ചോദിക്കുകയാണ്. മഹാരഥിയോ കെ പാവ് മേ സേവാ കാ ചക്ര തോ ഹൈ ഹി, മഹാരഥികളുടെ കാൽ പാദങ്ങളിൽ സേവനത്തിന്റെ ചക്രം ഉണ്ടേ ഉണ്ട്. ജഹാൻ ജാത്തെ വഹാ സേവാ കെ ബിനാ തോ കുച്ച് ഹോത്താ നഹി, എവിടെ പോയാലും സേവയല്ലാതെ ഒന്നും ഇല്ലല്ലോ. ചാഹെ കിസ് കാരൺ സേ ബി ജായെ, എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾ പോകുന്നത്. ലേക്കിൻ സേവാ സമായി ഹുയി ഹെ, പക്ഷെ അതിൽ സേവനമാണ് അടങ്ങിയിരിക്കുന്നത്. ഹർ കദമേ സേവാ കെ സിവായെ കുച്ച് ഹേ ഹി നഹി,
ഓരോ ചുവടിലും സേവനമല്ലാതെ വേറൊന്നും ഇല്ല. അഗർ ചൽത്തെ ബി ഹേ തോ ചൽത്തെ ഹുയേ ബി സേവാ ഹേ, നടക്കുകയാണെങ്കിലും അതിലും സേവനമാണ്. അഗർ ഖാനാ ബി ഖാത്തെ കിസ്കോ ബുലാക്കെ ഖിലാ ദേത്തെ, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ആരെങ്കിലും വിളിച്ച് നിങ്ങൾ ഭക്ഷണം വിളിച്ച് ആർക്കെങ്കിലും നമ്മള് ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും സ്നേഹസെ സ്വീകാർ കർത്തെ, ഒരു സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ്. തോ യഹ് ബി സേവാ ഹോ ഗയ, അപ്പൊ അതും സേവനമായി. ഉഠ്തേ ബൈഠ്തേ ചൽത്തേ സേവാ ഹി സേവാ ഹേ, എണീറ്റാലും ഇരുന്നാലും നടന്നാലും സേവനമേ സേവനമാണ്. ഏസേ സേവാധാരി ഹോ, അങ്ങനെയുള്ള സേവാധാരികളാണ്. സേവാ കാ ചാൻസ് മിൽന ബി ഭാഗ്യ കി നിശാനി ഹേ, സേവനത്തിന് അവസരം ലഭിക്കുക എന്നത് ഭാഗ്യത്തിന്റെ അടയാളമാണ്. ബഡേ ചക്രവർത്തി ബന്നാ ഹേ തോ സേവാ കാ ചക്ര ബി ബഡാ ഹേ, വലിയ ചക്രവർത്തി ആകണമെങ്കിൽ സേവനത്തിന്റെ ചക്രവും വലുതായിരിക്കണം. അച്ഛാ मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप को नमस्ते. वरदानम तमोगुणी वायुमंडल में अपनी स्थिति, तमोगुण वायुमंडलത്തിൽ തന്റെ സ്ഥിതിയെ एक रस अचल अठोल रखने वाले, ഏകരസവും ഉറപ്പുള്ളതും ഇളകാത്തതുമാക്കി വെക്കുന്ന മാസ്റ്റർ സർവശക്തിവാൻ ഭവ. ദിൻ പ്രതിദിൻ പരിസ്ഥിതിയാ അതി തമോ പ്രധാൻ ബന്നി ഹേ, ദിനം പ്രതിദിനം പരിസ്ഥിതികൾ വളരെ തമോ പ്രധാനമാകും. വായുമണ്ഡൽ ഓർ ഹി ബിഗടനെ വാലേ ഹേ, അന്തരീക്ഷം വളരെ മോശമാകും. ऐसे वायुमंडल में കമൽ പുഷ്പ സമാൻ ന്യാരേ രഹന, ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ കമലപുഷ്പ സമാനം വേറിട്ടിരിക്കണം. അപ്നി സ്ഥിതി സഥോ പ്രധാൻ ബനാന, തന്റെ സ്ഥിതിയെ സഥോ പ്രധാനമാക്കണം. इसके लिए इतनी हिम्मत व शक्ति की आवश्यकता है, അതിനുവേണ്ടി വളരെ ധൈര്യവും വേണം ശക്തിയും വേണം. जब यह वरदान स्मृति में रहता है, സ്മൃതിയിൽ ഈ വരദാനം ഉണ്ടായിരിക്കണം. മേ മാസ്റ്റർ സർവശക്തിവാനു ഹോ, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ചാഹെ പ്രകൃതി ദ്വാര ചാഹെ ലൗകിക സംബന്ധ ദ്വാര, അപ്പൊ പ്രകൃതിയിലൂടെ ആകട്ടെ ലൗകിക സംബന്ധങ്ങളിലൂടെ ആകട്ടെ, ചാഹെ ദൈവിക പരിവാർ ദ്വാര, അത് ദൈവിക പരിവാരത്തിലൂടെ ആകട്ടെ. കോയി ബി പരീക്ഷ ആ ജായേ, എവിടുന്ന് എന്ത് പരീക്ഷ വന്നാലും उसमें सदा एक रस अचल अठोल रहेंगे. അപ്പോ ആ സാഹചര്യത്തിൽ ഏകരസമായിരിക്കും, ഉറപ്പുള്ളവരായിരിക്കും, ഇളകാത്തവരായിരിക്കും. സ്ലോഗൻ വരദാത ബാപ് കോ അപ്നാ സച്ചാ സാഥി ബനാലോ, വരദാതാവായ ബാബയെ തന്റെ സത്യമായ കൂട്ടുകെട്ടാക്കൂ. तो वरदानों से झोली भरी रहेगी, അപ്പോൾ വരദാനങ്ങളാൽ ബുദ്ധിയാകുന്ന സഞ്ചി നിറഞ്ഞുകൊണ്ടേയിരിക്കും. സ്വമാനം ഞാൻ ആത്മാവ്, മാസ്റ്റർ സർവശക്തിവാനാണ്. അപ്പോ അമൃതവേള മുതൽ തന്റെ ഭാഗ്യത്തിനെ സ്മരിക്കൂ. ഉണർത്തുന്നത് ആരാണ്? പഠിപ്പിക്കുന്നത് ആരാണ്? കർമ്മം ചെയ്യുമ്പോൾ കർമ്മയോഗിയായി ചെയ്യുന്നതും കർമ്മയോഗിയായി ഞാൻ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ആരാണ്? പിന്നെ ബ്രഹ്മഭോജനം ഊട്ടുന്നത് ആരാണ്? ഉറങ്ങുമ്പോൾ ആരാണ് എന്നെ ഉറക്കുന്നത്? അങ്ങനെ ആ റാം എന്ന് പറയുമ്പോൾ ആ രാം എന്ന് പറയുമ്പോൾ ആ റാം ആകുന്നുണ്ട്. ക്ഷീണം മാറുന്നുണ്ട്, നമുക്ക് എനർജി കിട്ടുന്നുണ്ട്, നമുക്ക് അപ്പോ ശക്തി കിട്ടുന്നുണ്ടോ നമുക്ക്? അപ്പൊ ഇത്രയും ഭാഗ്യത്തെ സ്മരിച്ച് ഭഗവാൻ ഓർ ഭാഗ്യം, നെറ്റിയിൽ ഭാഗ്യരേഖ, കണ്ണിൽ മറ്റുള്ളവർക്ക് ശക്തി, മുഖത്തിൽ പുഞ്ചിരി, ഇതെല്ലാം നിറയ്ക്കുന്നവരായി നമ്മൾ മാറണം. ഓം ശാന്തി.